ഈ അടുത്ത കാലത്ത് നമ്മളെ സംബന്ധിച്ച് എന്താണോ വർഷം കൊണ്ട് നമ്മൾ എന്താണ് നേടാൻ പറ്റും? അതാണ് നമ്മൾ ഈ അടുത്തായിട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതായത് 2035 ഇവിടെ നമ്മൾ എന്താണ് നേടാൻ പോകുന്നത്? നമ്മളെ സംബന്ധിച്ച് വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണുള്ളത്. ഇപ്പൊ 2035 ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നമ്മളെ സിമ്പിൾ ഇതാണ് 10,000-ത്തിലധികം കോടിപതി നിക്ഷേപകരെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് 2035 നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100 കോടി മേലെ അസറ്റ് മാനേജ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, 1000-ത്തിലധികം 10 കോടിയിലധികം അസറ്റ് ഇതുള്ള ഇൻവെസ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, 10,000-ത്തിലധികം 1 കോടിയിലധികം അസറ്റ് ഉള്ള കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് നമ്മളുടെ ലക്ഷ്യം. ഈ സമയത്ത് നമ്മൾ മാനേജ് ചെയ്യുന്ന AUM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 കോടി രൂപയായിരിക്കും, 50,000 crores. ഇതാണ് നമ്മുടെ 10 വർഷത്തെ ടാർഗറ്റ്. 50,000. ഇപ്പൊ കേരളത്തിൽ നിലവിൽ ടോട്ടൽ AUM എത്രയെന്ന് പറയാം? കേരളത്തിലെ AUM അറൌണ്ട് 85,000 crores ആണ്. 85,000 crores ആണ് കേരളത്തിലെ ടോട്ടൽ AUM. മ്യൂച്വൽ ഫണ്ടിന്റെ ടോട്ടൽ AUM കേരളത്തിൽ 85,000 കോടി രൂപ. എന്താണ് അടുത്ത 10 വർഷം കൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്? എത്രയാണ്? 50,000 കോടി രൂപ. 50,000 കോടി രൂപയാണ് അടുത്ത 10 വർഷം കൊണ്ട് നമ്മൾ എത്താൻ പോകുന്നത്. ഇത് പോസിബിൾ ആണല്ലേ? രഞ്ജിന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. എല്ലാ വിശ്വാസമുണ്ട്. ഒന്നും കൂടി ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ ഇല്ലെന്ന് പറയും, സംശയം ഉണ്ടെന്ന് പറയും, ഉണ്ടെന്ന് തന്നെ പറയും. ജീവന് വല്ല വിശ്വാസം ഉണ്ടോ? അതായത് 50,000 കോടി അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി, അതാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോ ഇതെങ്ങനെ പോസിബിൾ ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ 2007 ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് വരുന്നത്. 2017 ആയപ്പോൾ 11 വർഷം കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 8 കോടി രൂപയുടെ AUM. 11 വർഷം കൊണ്ട് എത്ര? 8 കോടി രൂപയുടെ AUM ആണ് ബിൽഡ് ചെയ്തത്. എന്നാൽ ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ മുമ്പത്തെ മാസം ഒറ്റ മാസം തന്നെ നമ്മൾ 25 കോടി രൂപയുടെ ബിസിനസ് ഒറ്റ മാസം കൊണ്ട് തന്നെ ചെയ്തു. ശരിയല്ലേ? ഒറ്റ മാസം കൊണ്ട് 25 കോടി രൂപയുടെ ബിസിനസ്. മറ്റെത്ര? 11 വർഷം കൊണ്ട് 8 കോടി. ഇനി വരും നാളുകളിൽ അധികം താമസിക്കാതെ വിത്തിൻ 3 years ഒരു മാസം 100 കോടിയിലധികം ബിസിനസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഓർഗനൈസേഷൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോ ഓൾറെഡി 100 കോടി 10 കോടി 1 കോടി ക്ലബുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഒരു കസ്റ്റമറിന് 100 കോടി രൂപ സമ്പാദ്യം അടുത്ത 10 വർഷത്തിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. ഓൺ ആൻ ആവറേജ് ഒരു 12% റിട്ടേൺ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അദ്ദേഹം എത്ര ചെയ്യേണ്ടി വരും? ഏകദേശം 32.5 കോടി രൂപ. 100 കോടി രൂപ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 32 കോടി ഒറ്റ തവണ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹം ചെയ്യണം. 10 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ 100 കോടി. ഇനി ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് SIP വഴി ഈ പറഞ്ഞ എമൗണ്ട് കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്ര? 43 ലക്ഷം രൂപ. ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഒരു എമൗണ്ട് കണ്ടെത്താൻ പറ്റും. ഇനി സപ്പോസ് അദ്ദേഹം 30 ലക്ഷം രൂപയുടെ SIP ചെയ്യുന്നു, 30 ലക്ഷം രൂപയുടെ SIP ചെയ്യുന്നു, ഇയർ 10% ഗ്രോത്ത് വരുത്തി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 100 കോടി രൂപയുടെ സമ്പാദ്യം നേടാൻ പറ്റും. 10 കോടി രൂപ കണ്ടെത്താൻ വേണ്ടി എത്ര ഇൻവെസ്റ്റ് ചെയ്യും? 100 കോടിക്ക് 32 കോടി 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അതാണ് 3.25 കോടി ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം. ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.3 ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യവും. ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാ വർഷവും ടോപ്പ് ചെയ്യാനാണെങ്കിൽ അദ്ദേഹത്തിന് 10 കോടി രൂപ 10 വർഷത്തിനുള്ളിൽ കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 1 കോടി രൂപ കണ്ടെത്തണമെങ്കിൽ എത്ര ഡിപ്പോസിറ്റ് ചെയ്യണം? ഇതിനെ വീണ്ടും നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 32,50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 1 കോടി രൂപ കണ്ടെത്താൻ പറ്റും. ഇനി ഇവിടെ 4,30,000 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 43,000 വെച്ച് മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കോടി രൂപ കണ്ടെത്താൻ പറ്റും. ഇവിടെ 3 ലക്ഷത്തിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 30,000 വെച്ച് മാസം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇയർ ഓൺ ഇയർ 10% വെച്ച് ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് 1 കോടി രൂപയുടെ സമ്പാദ്യം കണ്ടെത്താൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു സംശയമുണ്ട്, ഇത് ഈ 100 കോടിയൊക്കെ എത്തിക്കാൻ പറ്റിയ 10 കോടിയിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ വഴിയില്ല. ഈ 100 കോടിയിലേക്ക്
എത്തിക്കാൻ പറ്റിയ കസ്റ്റമേഴ്സ് നമ്മുടെ ഒക്കെല്ലാം ഉണ്ടാവുന്നു. ഇപ്പൊ ഞാനിപ്പോ കുറച്ച് കസ്റ്റമറുടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അതിൽ ഒന്നാമത്തെ കസ്റ്റമർ ആരാണ്? ഡയസ് ഇൻവെസ്റ്റ്. അപ്പൊ ബാക്കി 99 നമ്മൾ കണ്ടെത്തിയാൽ ഒരെണ്ണം ഡയസ് ഇൻവെസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ട് ഒരു കാര്യം. ഞാൻ ആകെ ഇപ്പൊ നിലവിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരു 5-6 പേര് ഇനിയുണ്ടോ കുറെ. ഓർഗനൈസേഷൻ വളരുന്ന സമയത്ത് നിങ്ങൾക്കും വളരാനുള്ള സാഹചര്യം ഒരുക്കും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ഈ ഓർഗനൈസേഷനിൽ ഉണ്ടാകുക എന്നത് കുറച്ച് ടഫാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഓരോ ആൾക്കാരെ നമ്മൾ പുലികളെ മറ്റേ കുതിരകളെയൊക്കെയാണ് നമ്മൾ ഓർഗനൈസേഷനിൽ എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സെയ്ദ് എന്ന് പറഞ്ഞൊരു വ്യക്തി, പുള്ളിക്കാരത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അമൃതയിൽ ചെന്ന് ചോദിച്ചാൽ മതി. പുള്ളിക്കാരത്തി ആരായിരുന്നു അവിടെ നിന്ന്, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിന്റെ അടുത്ത് ഞാൻ ചോദിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് ഒന്നിനൊന്നും മെച്ചങ്ങളായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും സവിത കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവരായിട്ട് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അനുദിനം എന്നോളം വളരാൻ നമ്മൾ ശ്രമിച്ചേ പറ്റൂ. നോ ഓപ്ഷൻ, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ വളർന്ന ഇപ്പൊ പ്രദീപ് സാറിനെ പോലെ CFO, ഇപ്പൊ അദ്ദേഹം കീടെക്സിന്റെ CFO ആയിരുന്നു. സാബു സാറിന് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. കീടെക്സിന്റെ CFO ആയിട്ടുള്ള വ്യക്തി എന്തോ ഈ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ രഞ്ജിത്ത് കുവൈറ്റ് എയർലൈൻസിലെ ഏകദേശം 90ഓളം ആൾക്കാരെ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ പഴയ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ നിൽക്കുകയാണെങ്കിൽ ഈ ഓർഗനൈസേഷൻ മുന്നോട്ട് പോവോ? ഒരിക്കലും പോവില്ല. അതുകൊണ്ട് അതെനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലോകത്തിലെ എവിടെയെങ്കിലും കിട്ടുന്ന ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് എന്റെ നോളജ് ഡെയിലി എന്നോളം ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്റെ സ്കിൽ ഡെയിലി എന്നോളം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. 2 വർഷം മുമ്പ് ഞാൻ പ്രസന്റേഷൻ ചെയ്യുന്ന പോലെയാണ് ഇന്ന് ഞാൻ പ്രസന്റേഷൻ ചെയ്യുന്നത്. സൗകര്യമായി അല്ല എന്റെ സ്കില്ല്, എന്റെ സംഭവങ്ങൾ, എന്റെ കാര്യങ്ങള് 6 മാസം മുമ്പ് ഇരുന്ന് വെച്ചാൽ ഞാൻ 5 കിലോ കുറച്ചു. വെയിറ്റ് ഈ കുറക്കും ഒരു 3-4 കിലോ കൊണ്ട്. സൈക്കിൾ പോലും മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്റെ വീടിന്റെ അലമാരുടെ ഉള്ളിൽ ഞാൻ ഹ്യൂണ്ടായി ഗെറ്റ്സ് എന്ന് പറഞ്ഞൊരു കാറിന്റെ പടം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. സൈക്കിൾ പോലും മേടിക്കാൻ പൈസ ഉണ്ടാവില്ല. പക്ഷെ അന്ന് ആ ഹ്യൂണ്ടായി ഗെറ്റ്സ് ആണ് ഒട്ടിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഒരു 3 ലക്ഷം രൂപയുടെ കാറാണ് എന്റെ വീടിന്റെ അലമാരുടെ ഉള്ളിൽ ഞാൻ ഒട്ടിച്ചിരുന്നു വെച്ചെങ്കിൽ ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന 60 ലക്ഷം രൂപയുടെ കാറാണ്.